പിന്നെ കോൺഗ്രസ്സുകാരുടെ ഭരണം വന്നു, ഇപ്പം BJPയുടെ ഭരണം വന്നു. ഇത് സ്ഥായിയായിട്ടുള്ളതല്ല. മനുഷ്യൻ്റെ മനസ്സും അവൻ്റെ ഡെവലപ്മെൻ്റ് അനുസരിച്ച് എല്ലാം മാറ്റം വരും, ഒരു തർക്കമില്ല. ഞാൻ ഒരു മിനിറ്റ് അത്രയും പറഞ്ഞോളൂ. ഇനി അടുത്തതിൽ പറയാം. ചിഹ്നം പ്രാകൃതമായോണ്ടാണോ മാറ്റിയെന്നാണോ പറയണേ? എന്തെങ്ങനെയൊക്കെ പറയണം. ഞാൻ മാറ്റത്തിനെ കുറിച്ചാ പറഞ്ഞു. നമ്മൾ മാറ്റം എന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചോദ്യങ്ങൾ വന്നോട്ടെ. ഇനി ചിഹ്നത്തിന്റെ കാര്യം പറയാം. ചിഹ്നത്തിനെ സംബന്ധിച്ച് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുമ്പോൾ അതിൽ ആ വിവിധ ഘടകങ്ങളുണ്ട്, ഒരു ഘടകം മാത്രമല്ല. ആ ഘടകങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഇപ്പോൾ സ്വാഭാവികം ഞാൻ മത്സരിക്കുകയാണെന്ന് വിചാരിക്കുക, എനിക്ക് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല. പക്ഷേ അനിലാണ് മത്സരിക്കണം വിചാരിക്കുക, അനിൽ പറയണം എനിക്ക് ഏത് ചിഹ്നം വേണം, ഒരു സ്വതന്ത്ര ചിഹ്നം വേണമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയേണ്ട കാര്യം എന്താ? അതും എന്ത് തമ്മിൽ ബന്ധമില്ല. പിന്നെ മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാവരും ജയിക്കൂ, ഒരാളെ ജയിക്കുള്ളൂ. അത് ആര് ജയിക്കുന്നത് നമുക്ക് കാണാം. ജാതിയും മതവും സമുദായവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് വ്യാഖ്യാനിക്കില്ല. നാഴികക്ക് 40 വട്ടം മതേതരത്വം പറയുന്നവരല്ലേ നിങ്ങള്? അങ്ങനെയാണെങ്കിൽ ഇവിടെ അതായത് ഇടതുപക്ഷ ജനാധിപത്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ അരിവാൾ ചുറ്റിയ നഷ്ടത്തിലെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ താല്പര്യമാണ് അവര്. ഒരാൾ മത്സരിക്കുമ്പോ ഇപ്പൊ ഞാനിവിടെ വന്ന് സംസാരിക്കുമ്പോൾ ജനൻ ടിവിയിലാണ് ഞാൻ സംസാരിക്കണേ. എനിക്ക് നല്ല ധാരണയുണ്ട്. ജനൻ ടി വി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, സ്വാഭാവികമാണ്. നമുക്ക് അതിലൊന്നും തർക്കമുള്ള കാര്യങ്ങൾ അവകാശാധികാരം അംഗീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഒരു പ്രദേശത്ത് മത്സരിക്കുമ്പോൾ ആ പ്രദേശത്തെ കാൻഡിഡേറ്റിൻ്റെ അയാളുടെ താല്പര്യപ്രകാരമാണ് ചിഹ്നം കൊടുക്കുക. അത് ഏത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ശബരിമല വിഷയം ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതവും ഭക്തി, അവന്റെ ജാതി, അവന്റെ മതം അത് ഒരിക്കലും എവിടേക്ക് കലർത്താൻ പാടില്ല, രാഷ്ട്രീയത്തിലേക്ക് കലർത്താൻ പാടില്ല. തിരിച്ചറിവുണ്ടായിരിക്കുന്നു, പുതിയ കാര്യങ്ങളല്ല. CPM അതിന്റെ ഐഡിയോളജി ഉണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ അവിടെ കയറ്റിയിട്ട് ആചാരലംഘനം നടത്തിയത് നിങ്ങളല്ലേ? എന്ത് ഗതികേടാ നോക്കൂ. സുപ്രീം കോടതിയുടെ കോടതികൾ നടപ്പിലാക്കാത്ത 112 പേരെ ബിന്ദു, അമ്മിണി, കനകദുർഗ എന്നിവരെ ശബരിമലയിൽ കൊണ്ടുപോയത് കേരള പോലീസാണ്. തെളിവാണ് ഇപ്പൊ എന്റെ പക്കലില്ല. ഞാൻ നാളെ രാവിലെ ഞാൻ DC-യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. പോലീസാണ് കൊണ്ടുപോയത്. അതെ, പോലീസാണ്. അപ്പൊ നോക്കൂ, ഇതില് ഈ നിങ്ങൾ ആഗോള അയ്യപ്പ സംഘം എന്തിനാ സംഘടിപ്പിച്ചത്? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? ഏകദേശം ഒരു 8-9 കോടി ചെലവാക്കിയില്ലേ? അതുകൊണ്ട് എന്ത് നേടി? നിങ്ങൾ പറഞ്ഞ എന്താ അതിന്റെ പ്രധാന അജണ്ട എന്തായിരുന്നു? അവിടെ വികസനം ഒരുക്കുക എന്നുള്ളതല്ലേ അല്ലേ? അവിടെ വിരിവെക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും കൊടുക്കുക സഖാവ്. അതുപോലും വികസനമൊക്കെ പിന്നെ ഞാൻ പറയണത് എനിക്ക് അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. കാരണം ഫോറസ്റ്റ് ഞാൻ അതിൽ കൂടി ദൈനംദിനം സഞ്ചരിക്കുന്ന ഒരാളല്ല. പക്ഷെ നയപരമായ വിഷയത്തിൽ ശബരിമല വികസനത്തിന് ആവശ്യമായ 720 കോടി രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെലവാക്കിയിരിക്കുന്നത്. ഇനിയും സ്ഥലം ആവശ്യമുണ്ട്. സ്ഥലം സ്വർണം കൂടി പറയണേ. സ്വർണം കൂടി ചെലവാക്കിയത് മാത്രല്ല, നടത്തിയത് സമയത്ത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. പ്രവേശം നവോത്ഥാനമല്ല. അത്രേ ഉള്ളൂ. സ്വർണ്ണക്കൊലയ്ക്ക് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ബാബറിനും ടിപ്പുവിനും ശേഷം പച്ചപ്പകലിൽ സ്വർണം അമ്പലത്തിൽ അടിച്ചു മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയനാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ശബരിമലയുടെ സ്നേഹമൊന്നും ഞങ്ങളോട് പറയല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ കഴിഞ്ഞ 2020 മറുപടി പറയട്ടെ, ശേഷം വരാം. 2020 കാലഘട്ടത്തിൽ ഏതിലൊക്കെയാ സ്വർണം കൊണ്ടുവന്നെന്നുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ചല്ലോ.
ആ അന്വേഷണം നടത്തി അന്വേഷിച്ചതിന്റെ ഭാഗമായി എവിടെങ്കിലും ഒരു സ്വർണം കൊണ്ടുവന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, ഓക്കെ, ഓക്കെ. ഇതിലേക്ക് വരൂ. ഒന്ന് കേൾക്ക്. ഇപ്പോഴത്തെ കാര്യം ഭംഗിയായി ഗവൺമെന്റും പോലീസും കോടതിയും ഇടപെട്ട് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിന്റെ വിധി വരും. ആ വിധി അതാ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തോട്ടെ. ഇല്ലെങ്കിൽ ഇപ്പോഴും കളവ് കൊള്ള സർക്കാരല്ലല്ലോ കണ്ടെത്തിയത്. സർക്കാരാണോ കണ്ടെത്തിയത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള സർക്കാരാണോ കണ്ടെത്തിയത്? നിരീക്ഷണം ഉള്ളത് കൊണ്ട് മാത്രം സംഗതികൾ പുറത്തേക്ക് വരുന്നു. പിന്നെ അത് മാത്രല്ല, നിങ്ങളുടെ സഖാവാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചത് എ പത്മകുമാറാണ്. അത് ഇപ്പൊ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാ അദ്ദേഹത്തെ ഒന്ന് സസ്പെൻഡ് പോലും ചെയ്യാത്തത്? എന്താ, പത്മകുമാർ പേടിയാണോ? അതെ, പേടിയുണ്ട്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സത്യം പുറത്തു പറയും. ഒരു മിനിറ്റ്. സഖാവേ, ചക്ക എന്ന് പറയുമ്പോ ചുക്ക എന്ന് പറയാം. ഞാൻ ഇതിന് മറുപടി പറയട്ടെ. ചക്കയ്ക്കല്ല. ശരി, ഓക്കെ. അതായത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി ആ ആരോപണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തെളിയിക്കണം. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, 2020 തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രചാരവേലകൾ. ആ പ്രചാരവേലകൾ ഇപ്പൊ എന്താ എവിടെയുള്ള? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ പിന്നെ എള്ളുണ്ട കട്ടതിനാണോ ജയിലിൽ കിടക്കുന്നത്? ആണോ? അല്ലല്ലോ. നിങ്ങൾ പിണറായിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പിണറായിയെ സംബന്ധിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ല. ഇപ്പോൾ പത്മകുമാർ പോലീസും കോടതിയും ഇടപെട്ടതിന്റെ ഭാഗമായി ജയിലിലാണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിയും പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വരട്ടേന്നേ. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്മകുമാർ ദൈവതുല്യരാരൊക്കെയാണെന്ന് അദ്ദേഹം വിളിച്ചു പറയും. ഭയമല്ലേ നിങ്ങളെ അലട്ടുന്നത്? കടകംപള്ളിയുടെ പേര് പറയും. കടകംപള്ളിയുടെ പേര് കടകംപള്ളിയുടെ പേരാണോ VD സതീശന്റെ പേരാണോ? നമുക്ക് നോക്കാം. സ്വർണം കെട്ടാളുകൾ. പക്ഷെ ഇതൊക്കെ നാണക്കേടല്ലേ സഖാവെ? ഒന്ന് ആലോചിച്ചു. ഒരു പാർട്ടി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഗുരുവായൂരപ്പൻ്റെത് സ്വർണം കട്ടതിന്റെ ആര് കട്ടു? ഗുരുവായൂരപ്പന്റെ കാണാതായത് മറ്റേ വിഗ്രഹമാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ പറയരുത്. എനിക്ക് പേരറിയില്ല. സഖാവ് MV ഗോവിന്ദൻ ഇറക്കിയ ഒരു ക്യാപ്സ്യൂളാണത്. ഇല്ല, സഖാവ് MV ഗോവിന്ദൻ ഇറക്കിയ ഒരു ക്യാപ്സ്യൂളാണത്. നിങ്ങൾ ആ രേഖകൾ നോക്ക്. ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം നഷ്ടപ്പെട്ടു. നാട്ടിലെമ്പാടും CPM പോസ്റ്റർ വെച്ചു, ലീഡറാണ് കട്ടത് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അതിന്റെ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനൊക്കെ സത്യമുണ്ട്. കോൺഗ്രസുകാർക്ക് ശബരിമല അഴിമതിയെ കുറിച്ച് പറയാൻ ഒരു അർഹതയില്ല. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന ശിവകുമാറിന്റെ അനിയൻ, അദ്ദേഹം ദേവസ്വത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. 1,87,00,000 രൂപ പാത്രം മേടിച്ചെന്ന് പറഞ്ഞ് കള്ള ബില്ലുണ്ടാക്കി അഴിമതി നടത്തിയ ആൾക്കാരാണ്. 1,80,00,000 പ്രതിയാണ്. അനധികൃത സ്വത്ത് രണ്ട് കൂട്ടരും ഒത്തുതീർപ്പായി. അവിടെ LDF UDF നിങ്ങൾ ആ മറ്റേ ഇന്ത്യ മുന്നണിയിലുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, അതവിടെ കാണിച്ചു. അതിൽ അടുത്ത ചോദ്യം. ഒരു മിനിറ്റ്. 22 ഒക്ടോബർ 2025 ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ ഓഡിറ്റിൽ അവിടുത്തെ ഐവറി, അതേപോലെ ഗോൾഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളുടെ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അത് കാണാനും ഇല്ല. 22 ഒക്ടോബർ 2025 വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നാൽ നന്നായിരിക്കും.
അറിയില്ല അതിന്, എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ എനിക്കറിയില്ല. പ്രിന്റു 142 ക്ഷേത്രങ്ങളിൽ ഒരു ഓഡിറ്റും നടക്കുന്നില്ല. ഏകദേശം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് പ്രാഥമിക കണക്ക് പ്രകാരം മിനിമം 1,000 കോടി രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ടാണ് BJP ഈ നാട്ടിൽ പ്രക്ഷോഭം നടത്താത്തത്? BJP വേറെ ആരാ പ്രക്ഷോഭം നടത്തിയത്? ശബരിമലയിൽ പ്രക്ഷോഭം നടത്തിയത് ആരാണ്? ശബരിമലയിൽ ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് വലിയ അയ്യപ്പ സ്നേഹം പറയുന്നു. സുഹൃത്ത് ഞാൻ ചോദിക്കട്ടെ, ശബരിമല പ്രക്ഷോഭം താങ്കൾക്ക് കേസുണ്ടോ? താങ്കൾക്ക് കേസുണ്ടോ? എനിക്ക് കേസുണ്ട്. ഇവിടുള്ള പല BJP പ്രവർത്തകർ കേസുണ്ട്. ശബരിമല ആചാര ലംഘനം നടത്തുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ മാളത്തിൽ പോയി ഒളിച്ചോ? എന്നിട്ട് ഇപ്പൊ വലിയ ശബരിമല സ്നേഹം പറയാണ്. ഞാൻ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ ശബരിമല പ്രക്ഷോഭം നടക്കുമ്പോൾ ശബരിമലയിലെ വലിയ രീതിയിൽ ആചാരം നിങ്ങൾ എവിടെയായിരുന്നു? മാളത്തിൽ പോയി ഒളിച്ചോ? എന്നിട്ട് ഇപ്പൊ പ്രശ്നങ്ങൾ അവസാനിച്ചപ്പോൾ വലിയ രീതിയിൽ സണ്ണി ജോസഫും VD സതീശനും ഒക്കെ വലിയ അയ്യപ്പ നിങ്ങൾ നമ്മുടെ ശ്രീരാമ ക്ഷേത്രത്തിനാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ രാംലല്ല 500 വർഷത്തിന് തിരിച്ചു വന്നപ്പോൾ രാമക്ഷേത്രത്തിനകത്ത് രാംലല്ലയെ കാണാൻ പോകണ്ട എന്ന് ഫത്വ പ്രകടിപ്പിച്ചത് കോൺഗ്രസിന്റെ AICCയുടെ നേതൃത്വമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഹിന്ദു സ്നേഹമൊക്കെ പറയുന്നത് നിങ്ങളുടെ നിലപാടെന്നായിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇപ്പൊ വലിയ ഹിന്ദു സ്നേഹം കാണിക്കണ്ട. യോഗത്തിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല. രാമനെ പറഞ്ഞല്ലോ, പ്രിന്റ് പറഞ്ഞത് വസ്തുതയല്ലേ? ഏതാ വസ്തുത? പ്രിന്റ് പറഞ്ഞേ രാംലല്ല സന്ദർശിക്കുമ്പോൾ അങ്ങനെ ഒരു ഫത്വ ഇറക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ രണ്ട് കൂട്ടർ മാത്രമാണ്. അതിനെ നിന്ദിച്ചവർ നിങ്ങളാണ്. ഉണ്ടെങ്കിൽ വി ഹാവ് നോട്ട് ടേക്കൻ എ ഡിസിഷൻ. ഞങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്തോ? ഈ രാജ്യത്തിലെ സർവ്വ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ സ്ത്രീകൾ ആരും ചോദ്യം ചോദിച്ചില്ല. എനിക്ക് വലിയ പരിഭവമുണ്ട്, പരാതിയുണ്ട്. ഓക്കെ, അടുത്ത കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നില്ല. ഏതാ? ശബരിമല വിഷയത്തിലെ. പിന്നെ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു, ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തിൽ പാർട്ടി ഇടപെടാൻ പാടില്ല എന്ന്. അങ്ങനെ ഇടപെടാത്ത പാർട്ടിയിലെ ചില നേതാക്കളുടെ പ്രസ്താവനകൾ ഞാൻ പറയാം. പുനഃപരിശോധനയില്ല സർക്കാർ മുന്നോട്ട്. പിണറായി വിജയൻ ഏത് യുവതി പ്രവേശനത്തിന്റെ യുവതി കയറി അയ്യപ്പന്റെ ബ്രഹ്മചര്യം നശിച്ചു, അവൻ കല്യാണം കഴിക്കണം. M സ്വരാജ് ഏത് പാർട്ടി? കടുക്കവെള്ളം കുടിപ്പിക്കണം അയ്യപ്പനെ. അവനെ പെണ്ണുങ്ങളെ കണ്ട വികാരം വരുന്നുണ്ടെങ്കിൽ TN സീമ, അത് ആരുടെ നേതാവാണെന്ന് പറയണം. ഫ്യൂഡൽ ബ്രഹ്മചാരിത്തരമാണ് ഇവിടെ നടക്കുന്നത്. കയറേണ്ടവർ കയറും, കൊള്ളേണ്ടവർ കൊള്ളും. സുധാകരൻ CPM-ന്റെ, അത് ഏത് പാർട്ടിക്കാരാ? പിന്നെ ഈ ആചാര സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പന്മാർ, അത് BJP-കാരോ കോൺഗ്രസ്സുകാരോ എല്ലാവരും ഉണ്ടാവും. അയ്യപ്പന്മാർ മാത്രമാണ് അവിടെ. അത് എന്താ പറയാ, അവര് സൈലന്റ് ആയിട്ട് ഭജന ചൊല്ലിയാണ് അവിടെ തടയാൻ വേണ്ടി നിന്നിരുന്നത്. നാമജപമായിരുന്നു. അവരെ ലാത്തി ചാർജ് ചെയ്യുക, അത് ഈ വിശ്വാസത്തിനെതിരെ പാർട്ടി ഇടപെട്ടതല്ലേ? അത് ഇതിനേക്കാൾ വലുത് എന്താ നിങ്ങൾ ചെയ്യാനുള്ളത്? ഇതിനൊക്കെ എന്താണ് നിരോധിച്ച സംസാരിക്കാൻ അനുവദിക്കണം. ശരി സഖാവേ, ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു, ഗോവിന്ദൻ സഖാവ് പറയുന്നു വിശ്വാസികളോടൊപ്പമാണ് എന്നൊക്കെ, പാർട്ടി അങ്ങനെയാണെന്നൊക്കെ ആവർത്തിച്ച് പറയുകയാണ്. ഏതൊരവസരം കിട്ടുന്നോ അപ്പോൾ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഈ കൊള്ള വന്നത്. അതോടുകൂടി അതങ്ങ് മൊത്തത്തിൽ അങ്ങ് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, പുതിയതായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പുതിയ അടവ് നയവുമായിട്ട് വരികയല്ലേ. ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാർ ഇതിനൊക്കെ എതിരല്ലേ? വിശ്വാസികൾക്കെതിരെയല്ലേ? വിശ്വാസത്തിന് എതിരല്ലേ? അല്ലേ? നിങ്ങളൊക്കെ ദൈവനിഷേധികളല്ലേ? അനിലേ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതായത് ദൈവവിശ്വാസവും ഇതും തമ്മിലൊരു ബന്ധമില്ല. തമാശയുള്ളതൊക്കെ. ശബരിമലയ്ക്ക് മാലയിട്ട് പോയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ കണ്ണൂരുകാരനാ, തലശ്ശേരിക്കാരനാ. ഞാൻ വേണേ കാണിച്ചു തരാം. അല്ല, ചിലപ്പോ അതേസമയം ഒരു സഖാവ് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്താക്കുവോ? നമുക്ക് പാർട്ടി നയത്തിന്മേണം നമ്മൾ നിൽക്കുക. കേൾക്കൂ,
അതെ. പാർട്ടി നയമാണ് ഞാൻ ശബരിമലയ്ക്ക് പോയാൽ പുറത്താക്കും, ഹജ്ജിന് പോയാൽ No, 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 no. പുറത്താക്കും. അത് വെറുതെ- അതാണ് നടന്നത്. ഞാൻ ഞാൻ അതായത് തമാശ പറയുന്നല്ല സഖാവേ. ശബരിമലയ്ക്ക് പോയതിന്റെ മുകളിലായിരിക്കില്ല. കാരണം ആണ് 100%. ഒന്ന് പറയട്ടെ, ആ. നമുക്കൊരു ഒരു നയത്തുമേലെ നിൽക്കാൻ പറ്റുള്ളൂ. ആ നയത്തുമ്മ നിൽക്കാനേ കഴിയുള്ളൂ. ലോകത്ത് മതവിശ്വാസത്തെ തിരസ്കരിച്ച് ഒരു പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. മതവിശ്വാസത്തെ അപ്പൊ എനിക്കൊരു ചോദ്യം ഇലക്ഷൻ ഇത് തമ്മിൽ എന്താ സർ, എനിക്കൊരു ചോദ്യം. വോട്ടിന്റെ ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെയൊക്കെ വർത്തമാനം കേട്ട ശബരിമല BJP-യുടെ വക എന്ന് തോന്നുന്നു. ഒരു ചോദ്യം, ഒരു ചോദ്യം. അല്ലല്ല. ഒറ്റ ചോദ്യം. BJP അവകാശപ്പെടുന്നില്ലല്ലോ. സർ, BJP അവകാശപ്പെടുന്നില്ല. അത് മനുഷ്യന്റെയാണ്. അതൊരു പാർട്ടിയുടെ അല്ല, വർഗീസ് ചേട്ടാ, മനുഷ്യന്റെയാണ്. വർഗീസ് ചേട്ടാ, ഒരു ചോദ്യം, ഒരു ചോദ്യം. വർഗീസ് ചേട്ടനോട്